ആത്മഹത്യ ചെയ്ത തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലർ തിരുമല അനിൽ പ്രസിഡന്റായ സഹകരണ സംഘത്തിൽ നിന്ന് വായ്പയെടുത്തവരിൽ ബിജെപി നേതാക്കളും സംസ്ഥാന നേതാക്കൾ മുതൽ ബിജെപി കൌൺസിലർമാർ വരെ വായ്പയെടുത്തവരിലുണ്ട്. 8 ലക്ഷം മുതൽ 12 ലക്ഷം വരെയാണ് നേതാക്കൾ വായ്പയെടുത്തത്. ഫസ്റ്റ് ഓൺ മീഡിയ 1. വിജിൻ വായാന്തോട് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. വിജിൻ, ഇപ്പോൾ ഈ വായ്പയെടുത്ത ആളുകളുടെ പട്ടിക കൂടി ലഭ്യമായിരിക്കുകയാണ്. അതിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ ആത്മഹത്യാക്കുറിപ്പിൽ അനിൽകുമാർ പറഞ്ഞ കാര്യങ്ങൾ അതെല്ലാം ശരിയാണ് എന്ന് തന്നെയല്ലേ? അമൃത, തീർച്ചയായും ഈ കാര്യത്തിൽ ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ പ്രകാരം സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാവ് ഉൾപ്പെടെ മറ്റ് കൌൺസിലർമാർ, തിരുവനന്തപുരം നഗരസഭയിലെ കൌൺസിലർമാർ ഉൾപ്പെടെയുള്ളവർ 8 മുതൽ 12 ലക്ഷം രൂപ വരെ ഈ സഹകരണ സംഘത്തിൽ നിന്ന്, അതായത് ഫാം ടൂർ സഹകരണ സംഘത്തിൽ നിന്ന് വായ്പയായി എടുത്തിട്ടുണ്ട്. ഈ പണമൊന്നും തിരിച്ചടച്ചിട്ടില്ല എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കൃത്യമായ കണക്കുകൾ തന്നെയുണ്ട്. പക്ഷേ അതിന്റെ പേര് വിവരങ്ങൾ ഉൾപ്പെടെ വ്യക്തമാക്കണമെങ്കിൽ ഈ ബാങ്ക് രേഖകളിൽ നിന്നുള്ള കണക്ക് അതിന്റെ രേഖകൾ കൂടി പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ ബാങ്കുമായി ബന്ധപ്പെട്ട് കൃത്യമായി ആധികാരികമായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം സംസ്ഥാനത്തെ ഒരു സെക്രട്ടറി, ബിജെപിയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ ഉള്ളവർ ആ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിട്ടുണ്ട്. ആ വായ്പ ഒന്നും നിലവിൽ തിരിച്ചടച്ചിട്ടില്ല. ബിജെപി സംസ്ഥാന അധ്യക്ഷനെ കണ്ട് 2 ദിവസത്തിന് ശേഷമാണ് തിരുമല അനിലിന്റെ ആത്മഹത്യ ഉണ്ടാകുന്നത്. സ്വാഭാവികമായും ബിജെപിയുടെ ഈ സംസ്ഥാന സെക്രട്ടറിയും ഒപ്പം തന്നെ പ്രധാനപ്പെട്ട നേതാക്കളായ കൌൺസിലർമാർ ഉൾപ്പെടെ ഈ ബാങ്ക് വായ്പയായി എടുത്ത തുക എങ്കിലും തിരിച്ചടക്കണം എന്നാവശ്യപ്പെടാനായിരിക്കണം സ്വാഭാവികമായും രാജീവ് ചന്ദ്രശേഖരനെ തിരുമല അനിൽ കണ്ടിട്ടുണ്ടാവുക എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നേരത്തെയും ജില്ലാ നേതാക്കളെയും ഒപ്പം തന്നെ ഈ ബാങ്ക് വായ്പയെടുത്ത ആളുകളെയൊക്കെ പലതവണ കണ്ടിട്ടുണ്ടായിരുന്നു. അനിൽ ഈ പണം തിരികെ അടക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അനിലുമായി അടുത്ത ബന്ധമുള്ള ആളുകൾ പറയുന്നത് ഈ ബിജെപി നേതാക്കളോടും ഒപ്പം തന്നെ മറ്റ് ബിജെപി അനുഭാവികളായിട്ടുള്ള പ്രധാനപ്പെട്ട ആളുകൾ ഒക്കെയുണ്ട്. അവരൊക്കെ ഈ 10 ലക്ഷത്തിനൊക്കെ മുകളിൽ തുകയാണ് വായ്പയായി എടുത്തിട്ടുള്ളത്. ആ വായ്പയ്ക്കൊന്നും പക്ഷേ ഒരു ഈട് പോലും നൽകിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതും വിവരങ്ങൾ തന്നെ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ആ വായ്പ തിരിച്ചടക്കാൻ ഏതെങ്കിലും തരത്തിൽ സമ്മർദ്ദം ചെലുത്തണം എന്നുള്ളതായിരുന്നു അനിലിന്റെ ആവശ്യം. പക്ഷേ അത് ബിജെപി നേതാക്കളോ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരോ ചെവിക്കൊണ്ടില്ല എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം വന്നാൽ നമുക്ക് നോക്കാം എന്നുള്ളത് മറുപടിയാണ് ഉണ്ടായത് എന്നാണ് അടുത്ത ബന്ധുക്കളും ഒപ്പം തന്നെ അടുത്ത കൂട്ടുകാരും സുഹൃത്തുക്കളും ഒക്കെ പറയുകയും ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഇടപെടൽ ഒന്നും ഇല്ലാത്തതിന്റെ മാനസികാവസ്ഥയിൽ ആണ് നിലവിൽ അനിൽ ആത്മഹത്യ ചെയ്തത് എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വരൂ എന്നാണ് പറഞ്ഞതെന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഈ ബാങ്ക് സെക്രട്ടറിയാണ് സ്വാഭാവികമായും ലോണ് പാസ്സാക്കുന്നയാൾ. ബോർഡിന്റെ ഉത്തരവാദിത്വം അതിന് അംഗീകാരം നൽകുക എന്നുള്ളതാണ്. പക്ഷേ പാസ്സാക്കുന്നയാൾ ബാങ്ക് സെക്രട്ടറിയാണ്. സഹകരണ സംഘങ്ങൾക്ക് കൃത്യമായ ചട്ടങ്ങളുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഈ ചെറിയ തുക നേരിട്ട് ബോർഡിനോ സെക്രട്ടറിക്കോ അനുവദിക്കാൻ കഴിയുമെങ്കിലും പ്രസിഡന്റിനും ഒക്കെ അനുവദിക്കാൻ കഴിയുമെങ്കിലും കൂടുതൽ തുക അനുവദിക്കേണ്ടത് അത് ബോർഡ് യോഗത്തിൽ വെച്ച് കൃത്യമായ ഈടുണ്ടോ എന്ന് പരിശോധിച്ചൊക്കെയാണ് പണം നൽകേണ്ടത്. പക്ഷേ ബിജെപി നേതാക്കൾ, പ്രമുഖ നേതാക്കൾക്ക് ഉൾപ്പെടെ ഇത്തരത്തിൽ പണം നൽകിയത് ഒരു രേഖയുടെയും അടിസ്ഥാനമില്ലാതെ, ഒരു ഈടും ഇല്ലാതെയാണ് എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. കൃത്യമായി പറഞ്ഞാൽ 10 ലക്ഷത്തിനും 12 ലക്ഷത്തിനും ഇടയിൽ എടുത്തവരുടെ ലിസ്റ്റാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അത് കൃത്യമായി നമുക്ക് പുറമെ കാണിക്കണമെങ്കിൽ ബാങ്കിൽ നിന്നുള്ള രേഖകൾ കൂടി ലഭ്യമാകേണ്ടതുണ്ട്. ഇപ്പോൾ പോലീസ് അന്വേഷണത്തിനാണ് ഈ വിവരങ്ങൾ ഒക്കെ ഇനി പുറത്തു വരേണ്ടത്. പക്ഷേ ബാങ്കുമായി അടുത്ത് ബന്ധപ്പെടുന്ന ആളുകളിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ പ്രകാരം ഇപ്പോൾ 8 മുതൽ 10 ലക്ഷം വരെ ബിജെപിയുടെ സംസ്ഥാന നേതാവ് ഉൾപ്പെടെ ഉള്ളവർ ഈ ബാങ്കിൽ നിന്നും വായ്പ വാങ്ങിയിരിക്കുന്നു. അതൊന്നും തിരിച്ചടച്ചിട്ടില്ല. അങ്ങനെയാണ് ബാങ്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോയത്. അതായത് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്ക് പോലും പണം തിരികെ കൊടുക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തി. കൗൺസിലർ എന്ന നിലയിലും ഒപ്പം തന്നെ ബിജെപി നേതാവ് എന്ന നിലയിലും കാലങ്ങളായി RSS പ്രവർത്തനം നടത്തുന്ന ആളെന്നുള്ള നിലയിലൊക്കെയുള്ള വിശ്വാസ്യതയുടെ ഭാഗമായി ആളുകളിൽ നിന്ന് പണം ശേഖരിച്ചാണ് ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ അനിൽ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. അതിനിടയിലാണ് ഇത്തരം പ്രതിസന്ധി, വായ്പയെടുത്തവർ ആരും തിരിച്ചു നൽകാത്തതിനെ തുടർന്ന് പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. അങ്ങനെ ഈ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത ആളുകൾ പണം തിരികെ ചോദിച്ചപ്പോഴാണ് പ്രതിസന്ധിയായി അത് മാറിയത്, വ്യക്തിപരമായ പ്രശ്നമായി അത് മാറിയതും അങ്ങനെയാണ്. ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം ബിജെപിയുടെ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ ബാങ്കിൽ നിന്നും വായ്പയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. നേരത്തെ രാജീവ് ചന്ദ്രശേഖരും S. സുരേഷും പറഞ്ഞിരുന്നത് ബാങ്കിലെ ഭരണസമിതിയുമായി തങ്ങൾക്ക് ബന്ധമില്ല എന്നുള്ളതാണ്. എന്നാൽ ബാങ്ക് ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന ഗോപാൽ മുൻ ബിജെപിയുടെ ജില്ലാ പ്രസിഡന്റാണ് എന്നുള്ള വിവരവും നമ്മൾ ഇന്നലെ പുറത്തുവിട്ടിരുന്നു. അങ്ങനെ എല്ലാം എത്തിച്ചേരുന്നത് ബിജെപി നേതൃത്വത്തിന്റെ മുന്നിലേക്കാണ്. ബിജെപി നേതൃത്വത്തെ പൂർണ്ണമായും ചോദ്യമുനയിൽ നിർത്തുകയാണ് അനിലിന്റെ ആത്മഹത്യ. അമൃത, വിജയൻ വായാന്തോടാണ് വിവരങ്ങൾ നൽകി.